നമസ്കാരം. എല്ലാവർക്കും കാത്തൂസ് ഫ്രെയിമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഈ ഗസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയറാണ്. കരിക്കെന്ന് പറയുന്ന സീരീസിലെ മാങ്ങ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് മാങ്ങയായിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരിക്കും നമ്മുടെ എപ്പിസോഡിൽ. അപ്പോൾ നമുക്ക് മാങ്ങയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാം. സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളെല്ലാം സ്ഥിരം കരിക്കിന്റെ പ്രേക്ഷകരാണ്. ഇപ്പം വളരെ നാളുകളായിട്ട് നിങ്ങളെ കാണാറില്ല ഷോകളിലൊന്നും. അതെന്താണ്? നിങ്ങളെ ഞങ്ങൾക്ക് ഒത്തിരി മിസ്സാവുന്നു. എന്താണ് മാങ്ങ കരിക്കിൽ ഇപ്പം ഇല്ലാത്തത്? മാങ്ങ ഇല്ലേ അതോ എന്താണ്? ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാനായിട്ട് താല്പര്യമുണ്ട്. അത് ഞാൻ കരിക്കിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 വർഷമായി. ശരി. അപ്പം ഞാൻ അവിടെ കയറിയിട്ടൊരു 3.5 വർഷമായിരുന്നു. അപ്പം ഒരു കമ്പനിയിൽ ഇത്രയും നാൾ നിന്നിട്ട് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ തന്നെ ചെയ്തു പോകാം. എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ ഇറങ്ങി അവിടെ. അവിടെ എങ്ങനെ കരിക്കിൽ താങ്കൾ അഭിനേതാവാണോ അതോ ടെക്നീഷ്യൻ ആണോ? ഞാൻ അവിടെ ശരിക്കും എന്തായിരുന്നു താങ്കൾ കരിക്കിൽ എന്താണ്? ഞാൻ അവിടെ എഡിറ്ററായിട്ടായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം എഡിറ്റിംഗ്. എവിടെയാണ് പഠിച്ചതൊക്കെ? എവിടെയാണ്? ചങ്ങനാശ്ശേരി ഡിഗ്രി കോളേജിലാണ്. സെന്റ് ജോസഫ്. ഏത് വർഷമാണ് താങ്കൾക്ക്? 2016, 2018, 15 ബാച്ചായിരുന്നു ഞാൻ. 18-15 ബാച്ച് അല്ലേ? 18-19 ബാച്ച്. അത് 15 ബാച്ച്. ശരി. അപ്പോൾ അവിടുന്ന് എങ്ങനെയാണ് കരിക്കിലേക്കുള്ള അവര് ഒരു വട്ടം അവര് ഇതിന് വന്നിട്ടുള്ള പ്ലേസ്മെന്റിന് അങ്ങനെ വന്നപ്പോൾ അവിടുന്ന് സെലക്ട് ചെയ്താണ്. ഓ ശരി. താങ്കളുടെ അഭിനയമാണോ അതോ താങ്കളുടെ എഡിറ്റിംഗ് ആണോ താങ്കളെ കരിക്കിൽ? എഡിറ്റിംഗ്, ചിലപ്പോൾ ഇന്റർവ്യൂസ് ടൈമിലുള്ള അഭിനയം, രണ്ടും എഡിറ്റിംഗും ഉണ്ട്, അഭിനയിക്കുന്നുണ്ടല്ലോ, ഉണ്ടായിരുന്നല്ലോ. അപ്പം എത്ര സീരീസ് നീ അഭിനയിച്ചിട്ടുണ്ട്? അതിനകത്ത് എല്ലാത്തിലും ചെറിയ ചെറിയ റോള് വെച്ച് ആളില്ലാത്തപ്പോ അവര് കയറ്റി അഭിനയിപ്പിക്കും. അതിൽ ഫേമസ് ആയിട്ടുള്ള നീ ക്ലിക്ക് ആയത് മാങ്ങ എന്ന് പറഞ്ഞ കഥാപാത്രം. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോൾ ഏതായിരുന്നു ഇതിനകത്ത്? അങ്ങനെ ഒരു ചോദ്യം വരണം. ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതായിരുന്നു? അങ്ങനെ ഒരു പ്രത്യേകിച്ച് താല്പര്യം എനിക്ക് അഭിനയത്തിനോട് ഇല്ലാത്തതുകൊണ്ട് എല്ലാം എനിക്ക് ഒരേപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വീണ്ടും എഡിറ്റിംഗിലേക്ക് തന്നെയാണോ തിരിച്ചു പോയത് അതോ അഭിനയത്തിലേക്കാണോ? ഇപ്പം ഞാൻ എഡിറ്ററാണ്. എഡിറ്ററിനെക്കാട്ട് കൂടുതലും ഞാൻ ഇപ്പം സിനിമാറ്റോഗ്രാഫറാണ്. സ്പോർട്സ് ഫീൽഡിലേക്ക് ഇപ്പം ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയൊക്കെ ആയിട്ട്. സ്പോർട്സ് ഫീൽഡിലെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അല്ലേ? ഇതിനിടയ്ക്ക് ഞങ്ങൾ കേട്ടു താങ്കൾ ഏതോ ഒരു വീഡിയോ ആൽബം ഡയറക്റ്റ് ചെയ്തു. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ചോദ്യം കേട്ടോ, ഇത് ഓളിത്തരം കേട്ടോ. വീഡിയോ ആൽബം അതെനിക്കൊരു മ്യൂസിക് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ വർക്ക് ചെയ്യുമ്പം അവിടുത്തെ വർക്കാണല്ലോ, നമ്മൾ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പം അവിടെ ആണല്ലോ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടത്. അപ്പം അവിടെ നിന്നുകൊണ്ട് എനിക്ക് എൻ്റെ സാധനങ്ങൾ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു മ്യൂസിക് വീഡിയോ ചെയ്ത്. അപ്പം അതിൽ സഹായിച്ച എൻ്റെ ചേട്ടനും ചേച്ചിക്കും കൊച്ചുമോന്റെ ജീവിതമാണ് കൊച്ചുമോൻ, അതായത് വിവേക്. വിവേക് എന്ന് പറയുമ്പോൾ വളരെ ചെറുപ്പം മുതൽ എനിക്കറിയാവുന്ന ഒരു പയ്യനാണ്. അനന്തരവനാണ്, എൻ്റെ സഹോദരൻ്റെ മോനാണ്. അഭിപ്രായ വ്യത്യാസമൊന്നും അവനെ കുറിച്ചില്ല. നല്ല അഭിപ്രായമാണ് അന്നും ഇന്നും. നാളത്തെ കാര്യം നമുക്ക് അറിയാൻ പറ്റത്തില്ല, മനുഷ്യന്റെ കാര്യമല്ലേ. എന്നിരുന്നാൽ തന്നെ അവനിലൊരു നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട്. അവൻ്റെ ഈ പ്രവർത്തനങ്ങളിൽ എല്ലാവിധ പിന്തുണയും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തും. നന്ദി, നമസ്കാരം. താങ്കളുടെ ഈ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നതിൽ ഒത്തിരി നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അപ്പൊ മിസ് മാങ്ങ, താങ്കള് ഒരു പ്രോജക്റ്റിനെ പറ്റി സൂചിപ്പിക്കുകയുണ്ടായില്ലേ? താങ്കൾ പുതുതായിട്ട് ചെയ്യുന്ന ഏതോ ഒരു ഡോക്യുമെന്ററി, അതിനെ പറ്റിയിട്ട് കുറച്ചൊരു ഇൻട്രോ ഒന്ന് പറയൂ. എന്താണ്, ഏതാണ്, എങ്ങനെയാണ്, എപ്പോൾ അത് റിലീസ് ആവുന്നതിനെ പറ്റിയിട്ട്? അത് ഓൾമോസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്.
ഇനി കുറച്ച് എഡിറ്റിങ്ങും കൂടെ ഉണ്ട് ബാക്കി. കട്ടൊക്കെ ചെയ്ത് വെച്ചേക്കുക. അത് ഞാൻ ഡോക്യുമെൻ്ററി നേരത്തെ ചെയ്തിട്ടില്ലായിരുന്നു, ആദ്യമായിട്ട് ചെയ്യുന്ന ഡോക്യുമെൻ്ററിയാണ്. അപ്പം ആ വിഷയമാണെങ്കിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമായിട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയത്. അപ്പം അങ്ങനെ അറിഞ്ഞിരിക്കേണ്ട വിഷയം നോക്കിയെടുത്തതൊന്നുമല്ല. ഇതാണെങ്കിൽ ഒരു പ്രദീപ് ഏട്ടനെ പറ്റിയിട്ടുള്ളൊരു ഡോക്യുമെൻ്ററിയാണ്. എന്താണ് താങ്കൾക്ക് പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ വിഷയത്തെ പറ്റി ഒന്ന് പറയാം. എന്ത് വിഷയമാണ് താങ്കളുടെ ഡോക്യുമെൻ്ററിക്ക് താങ്കൾ സെലക്ട് ചെയ്തേക്കുന്നത്? അതാണെങ്കിൽ നമ്മുടെ നാട്ടിൽ വീൽ ചെയറിലുള്ളവർക്ക് ഒട്ടും പ്രയോറിറ്റി ഇല്ല, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒട്ടും ഇല്ല. എന്നുവെച്ചാൽ വീൽ ചെയർ ഉള്ളവർക്ക് എങ്ങും ആക്സസിബിലിറ്റി കൊടുത്തിട്ടില്ല. ബസ്സിൽ വീൽ ചെയർ ഉള്ളവർക്ക് കയറാം എന്ന് പറഞ്ഞിട്ട് ബസ് സ്റ്റാൻഡ് ഉണ്ടോ? വീൽ ചെയർ ഉള്ളവർക്ക് ബസ് സ്റ്റാൻഡിൽ പോകാൻ എന്നുള്ള വഴിയില്ല. ഒരു കുഴി പോലും അവർക്ക് കടക്കാൻ പറ്റത്തില്ല വീൽ ചെയർ ഉള്ളവർക്ക്. അങ്ങനത്തെ റോഡാണെങ്കിൽ ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം ഈ പ്രദീപേട്ടൻ പുള്ളിയുടെ അരയ്ക്ക് താഴോട്ട് പാരലൈസ് ആയ ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിയുടെ 30-ാം വയസ്സ് വരെ 30-ാം വയസ്സ് വരെ എന്നാണ് എൻ്റെ ഓർമ്മയിൽ പുള്ളി ആക്റ്റീവായിട്ടുള്ള ആളായിരുന്നു. പുള്ളിക്ക് ഹിമാചലിൽ വെച്ചൊരു ആക്സിഡൻ്റ് ഉണ്ടായി. പുള്ളിക്ക് അരയ്ക്ക് താഴോട്ട് പാരലൈസ് ആയിപ്പോയി. പുള്ളിക്ക് ബാസ്കറ്റ് ബോൾ പണ്ട് തൊട്ടേ കളിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിക്ക് ബാസ്കറ്റ് ബോൾ ഇത് കഴിഞ്ഞിട്ട് വീൽ ചെയറിലും ബാസ്കറ്റ് ബോൾ കളിക്കാമെന്നുള്ളൊരു ഇതാണ് അതിനകത്ത് നമ്മൾ കാണിക്കുന്നത്. പുള്ളിയും ബാസ്കറ്റ് ബോളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെയാണ് നമ്മൾ മെയിനായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വിഷയം താങ്കൾ സെലക്ട് ചെയ്യാനുണ്ടായ കാര്യം? ഇങ്ങനൊരു വിഷയം സെലക്ട് ചെയ്യാനുണ്ടായ കാര്യം കാരണം പുള്ളി ആ വീൽ ചെയർ അന്ന് എന്നെ കരിക്കിലെ ഉണ്ണി മാത്യു ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഇതുണ്ട്. ഞാൻ ആദ്യമേ ചോദിച്ചായിരുന്നു. ഉണ്ണിച്ചേട്ടൻ, കരിക്കിലെ ഉണ്ണിച്ചേട്ടൻ അല്ല, ശംഭുവിൻ്റെ ചേട്ടൻ. അപ്പോൾ പുള്ളിയുടെ കൂട്ടുകാരനാണ് ഈ പ്രദീപേട്ടൻ. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ഞാൻ ആദ്യമേ ഇങ്ങനെ ചോദിച്ചായിരുന്നു പുള്ളിയോട്, ഇങ്ങനെ എനിക്കിങ്ങനെ സാധനം ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇവരുടെ മാച്ച് നടക്കാൻ പോവുക കോയമ്പത്തൂർ വെച്ച്, വീൽ ചെയർ ബാസ്കറ്റ് ബോളിൻ്റെ മാച്ച്. അപ്പോഴാണ് ഞാൻ വീൽ ചെയർ ബാസ്കറ്റ് ബോൾ എന്നുള്ള പരിപാടി ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. എനിക്കൊന്നും ആർക്കും അറിയില്ല അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടെന്ന്. അപ്പോൾ അത് പോയി ഷൂട്ട് ചെയ്യാൻ പോയതാണ്. അപ്പോൾ അവിടെ ഇഷ്ടം പോലെ വീൽ ചെയർ ഉള്ളവരുണ്ട്, പല രീതിയിൽ വീൽ ചെയറിലായവരുണ്ട്. പക്ഷെ അവരുടെ മുഖത്തൊന്നും കാണാത്തൊരു സാധനമാണ് പ്രദീപ് ചേട്ടൻ്റെ മുഖത്ത് കണ്ടത്. പുള്ളിയാണെങ്കിൽ കാർ ഓടിക്കും, പുള്ളി ഒറ്റയ്ക്ക് പോകേണ്ടടുത്തെല്ലാം പോകത്തുള്ളൂ. പുള്ളിക്ക് ആരും സഹായിക്കുന്ന ഇഷ്ടമല്ല എന്നല്ല, പുള്ളിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ ആരുടെ സഹതാപം അവർക്കൊട്ടും ഇഷ്ടമല്ല. എല്ലാവർക്കും സഹതാപമാണ് ഇവരെ കാണുമ്പോൾ തോന്നുന്നത്, മനുഷ്യർക്ക്, പ്രത്യേകിച്ച് ഇവിടെ ഉള്ളവർക്ക്. പക്ഷെ അവർക്ക് അതല്ല വേണ്ടത്, അവർക്ക് അതിൻ്റെ കാര്യമില്ല. അപ്പം ഞാൻ ആ വീഡിയോയ്ക്കകത്ത് സഹതാപം കാണിക്കാൻ വേണ്ടി ഒരു സാധനം ഞാൻ കാണിക്കാൻ പോകുന്നില്ല. എങ്ങനെയാണോ എൻ്റെ അടുത്ത് പുള്ളി നിന്നുകൊണ്ടിരുന്നത് അതുപോലെ ഞാൻ പുള്ളിയുടെ ഒക്കെ നിന്ന് ചെയ്യുന്ന നടക്കത്തൊരു വീഡിയോ, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് ഞാനിങ്ങനെ യൂട്യൂബിൽ റിലീസ് ചെയ്യുന്നില്ല, കുറച്ച് ഫെസ്റ്റിവലിനൊക്കെ അയക്കാനുള്ള മൂഡിൽ ഇങ്ങനെ ഇരിക്കുക. കുറച്ച് കാനഡയിലൊക്കെ പറയണ്ട, തല്ലു തന്നെ. IFFKയുടെ ഒക്കെ IDSFK എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ ഇതുണ്ട്. അപ്പോൾ അതിനയക്കണം. പിന്നെ നൗനെസ് എന്ന് പറഞ്ഞൊരു പേജുണ്ട്. അപ്പോൾ ഈ നൗനെസ്സിന് വേണ്ടി എനിക്ക് വർക്ക് ചെയ്യണമെന്ന് കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ നൗനെസ്സിനൊക്കെ അയച്ചു നോക്കും, അവരെടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കും എന്നുള്ള ഇത് നിൽക്കുക. കാരണം എനിക്ക് ഒരു കോൺഫിഡൻ്റ് ഉണ്ട് അത് ഇച്ചിരി കൊള്ളായിരിക്കും എന്നുള്ള. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്, ബസൽ എന്ന് പറഞ്ഞ, അവനും കൂടെ പഠിച്ചതാ. എറണാകുളത്തുണ്ട്. സ്കൂളിങ് അമ്പലപ്പുഴയിലായിരുന്നു. സ്കൂളിങ് ആദ്യം മറിയം മോണ്ടിസറി 3 സ്കൂളുണ്ടായിരുന്നു. +2 ഇവിടെ തന്നെ SNMS അമ്പലപ്പുഴ തന്നെ. തണുക്കാത്ത വേണമെന്നൊക്കെ, സോഡ എനിക്ക് തണുത്താൽ മതി. ഓ ഇത് കൊള്ളാം കേട്ടോ.
ഇത് വേണ്ട ഓടിച്ചോ. കണക്കാക്കുണ്ടോ? അപ്പൊ ഇതിന്റെ അതിനകത്തില്ലേ? ഓ താങ്കൾ ഡെയിലി ഇങ്ങനെ കണ്ടുപിടിക്കാറുണ്ടോ? എങ്ങനെയുണ്ടാ? നാട്ടിൽ വന്നിട്ട് നല്ലതാണോ? ഓ എരിയുന്നുണ്ട് ആണോ? താങ്കൾക്ക് ഒത്തിരി ആരാധകരുള്ളതായിട്ട് ഞങ്ങള് കേട്ടു. അതിനെ പറ്റിട്ട് എന്താണ് താങ്കൾക്ക് പറയുന്നത്? ആ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഒരു സത്യമില്ല. ആരാധകരില്ലെന്നാണോ പറയുന്നത്? ഇല്ലെന്നാ ഞാൻ പറയുന്നത്. അതാ ഇപ്പൊ എന്തോ താങ്കൾക്ക് ഇപ്പം ഖത്തറിലല്ലേ വർക്ക് ചെയ്യുന്നത്? അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ അവിടുത്തെ മലയാളികൾ താങ്കളെ തിരിച്ചറിയുകയും അതുപോലെ ഒരു ഇന്റർവ്യൂ എടുക്കുകയുണ്ടായെന്നൊക്കെ താങ്കൾ പറഞ്ഞില്ലേ? അതെന്താണ് സംഭവം? അതിനെ പറ്റിയിട്ടൊന്ന്. അത് ഖത്തറിലെ അത് കരിക്ക് വെച്ചിട്ടാണ്. കരിക്ക് കാണുന്നവരാണ് കൂടുതലും. അപ്പം കരിക്കിൽ എൻ്റെ ഫേസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ പെട്ടെന്ന് എന്നെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാണ് നോക്കുന്നത്. എവിടെയെന്ന് അവർക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ അവർ വന്ന് ചോദിക്കും എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കും. ഞാൻ പറയും കാണാൻ ഒരു വഴിയില്ല എന്ന് പറയും. അപ്പോൾ അവർ ചോദിക്കും, കുറേ ചോദിക്കും അവർ. ചിലർക്ക് ആദ്യമേ മനസ്സിലാവും, ചിലർക്ക് അവരിങ്ങനെ നോക്കി നോക്കി നിൽക്കും മനസ്സിലാത്ത കണക്ക്. അപ്പോഴത്തേക്കും ഞാൻ അവിടുന്ന് മാറുകയാണ് ചെയ്യുന്നത് പൊതുവെ. അതെന്താണ് അങ്ങനെ നീ മാറി നടക്കുന്നത്? കാരണം എനിക്ക് അറ്റൻഷൻ ഒട്ടും പറ്റത്തില്ല. കാരണം ഇപ്പോഴത്തെ പുതിയ ഒരു തലമുറ എന്ന് പറയുന്നത് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം അതിലൂടെയൊക്കെ ഫേമസ് ആവാനായിട്ടുള്ള ഒരു ടെൻഡൻസിയാണ് സോഷ്യൽ മീഡിയയിൽ. നിനക്ക് ഇത്രയും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടും നിനക്ക് അതിനോട് താല്പര്യമില്ല. അത് താല്പര്യമുള്ളവരുണ്ട്, താല്പര്യമുള്ളവർക്ക് താല്പര്യമുണ്ട്. എനിക്ക് എൻ്റെ വർക്ക് വെച്ച് മാത്രം അറിഞ്ഞാൽ മതി തന്നെ, അല്ലാതെ ക്യാമറയുടെ മുമ്പിൽ ഇഷ്ടമല്ല, ബിഹൈൻഡ് ദി ക്യാമറയാണ് ഇഷ്ടം. അപ്പം താങ്കള് നൗനസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജിനെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ താങ്കളുടെ ഏതൊരു ഫോട്ടോ അവർ ടാഗ് ചെയ്യുകയോ ചെയ്തു. അപ്പൊ അതിനെ പറ്റി ഒന്ന് പറയാം. നൗനസിനെ പറ്റിയിട്ടും ഇൻസ്റ്റാഗ്രാമിൽ താങ്കളുടെ ഫോട്ടോ താങ്കളുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിനെ പറ്റിയിട്ടും ഒന്ന് പറയൂ. നൗനസിനെ പറ്റി എന്ത് പറയാൻ? നൗനസാണ് മെയിൻ. നൗനസിൻ്റെ നിന്നാണ് എനിക്ക് കൂടുതൽ ഇൻസ്പിറേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും. ഇപ്പം നൗനസിൻ്റെ അവർക്ക് ഇൻസ്റ്റാഗ്രാം മാത്രമല്ല, അവർക്ക് അവരുടെ പേജുണ്ട്. അതെടുത്ത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ഇപ്പം തന്നെ ചെയ്താൽ കൊള്ളാമെന്നുള്ള മൈൻഡ് വരും. അപ്പം അവരൊരു ദിവസം ഇങ്ങനെ ടാഗ് ചെയ്തപ്പം ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ പണ്ട് തൊട്ടേ എന്ന് വെച്ചാൽ കോളേജിൽ പഠിക്കുന്ന ടൈം തൊട്ടേ ഞാൻ എല്ലാവർക്കും പറയുമായിരുന്നു ഒരു നാൾ ഞാൻ നൗനസ് കയറും എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഒരു ദിവസം അവരിങ്ങനെ ടാഗ് ചെയ്തപ്പോൾ അത് ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷെ അതെനിക്ക് വലിയൊരു കാര്യമായിരുന്നു. പിന്നെ അപ്പം ഒരു കോൺഫിഡൻസ് ആയി. ഇത്ര ആയ സ്ഥിതിക്ക് എന്തായാലും അതിൽ കയറാനൊരു ട്രൈ നടത്തിയ എന്താന്ന് ഷെയർ ചെയ്തു. അത് ഞാൻ പണ്ടെപ്പോഴോ ഖത്തറിൽ പോയപ്പം ചുമ്മാ എടുത്തൊരു ഫോട്ടോയാണ്. അത് ഞാൻ ഈ കുറച്ച് നാൾക്ക് മുന്നേ ഒന്നും കൂടെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ആക്കിയപ്പോഴാണ് ഷെയർ ചെയ്തത്. അവർ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടില്ലായിരുന്നോ നീ ആ ഫോട്ടോ? ഉണ്ട്. ഏത് ഫോട്ടോ? അതൊരു കടലിൽ കുറച്ച് ഒരു ഫാമിലി കടലിൽ നടന്നു പോകുന്നത്, കടപ്പുറത്തോട്ട്. താങ്കളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പറയും. താങ്കളുടെ ഫോട്ടോസ് കാണാൻ താല്പര്യമുള്ളവരും താങ്കളെ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരും താങ്കളെ ഫോളോ ചെയ്യുന്ന താങ്കളുടെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ഐ ഡി കൊടുക്കുക. അതുപോലെ തന്നെ അതെ, നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ താങ്കളുടെ ഇത് മ്യൂസിക് വീഡിയോയിലേക്ക് വരാനുണ്ടായ സാഹചര്യം. ആരുടെ കൂടെ ആയിരുന്നു താങ്കളുടെ കൊളാബ്? പൊന്നുണ്ണി കൂടെ തന്നെ ടാഗ് ചെയ്തു. ഷൗട്ട് ഔട്ട് ടു പൊന്നുണ്ണി. പൊന്നുണ്ണി അടിപൊളി ഒരു മനുഷ്യനായിരുന്നു. പൊന്നുണ്ണി ഈ പാട്ട് കൊണ്ട് തന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ഒരു ദിവസം ഞാനിങ്ങനെ മ്യൂസിക് വീഡിയോ ചെയ്യാതിരുന്നപ്പോഴാണ് ഇവനൊരു ദിവസം എനിക്ക് മെസ്സേജ് അയക്കുന്നത്, ബ്രോ എൻ്റെ ഒരു മ്യൂസിക് വീഡിയോ ചെയ്യാമോ എന്ന് വെച്ച് മെസ്സേജ് അയക്കുന്നത്. അപ്പം തന്നെ ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇങ്ങനെ കരിക്കിലാണ്, അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഇതായിരിക്കും ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അത് ചെയ്യാൻ വേണ്ടി എൻ്റെ കൂടെ നിന്ന് കുറച്ച് എൻ്റെ ബന്ധുക്കളുണ്ട്. ഉണ്ണിച്ചേട്ടനുണ്ട്, കാത്തുചേച്ചിയുണ്ട്, ഇങ്ങനെ കുറച്ച് പേരുണ്ട്. അവരാണ് സഹായിച്ചത് പല കാര്യത്തിലും. കാത്തുചേച്ചി ഇരിക്കണ്ട, ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഉണ്ണിച്ചേട്ടൻ ചെയ്തിട്ടുണ്ട്. അപ്പം താങ്കളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എല്ലാം തന്നെ ഈ നമ്മളുടെ മാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ക്യാമറ, എഡിറ്റിംഗ്, ഡയറക്ഷൻ,
അതിൽ താങ്കൾക്ക് കൂടുതൽ ഇഷ്ടം ഏതാണ്? എഡിറ്റിംഗ് ആണോ, ഡയറക്ഷൻ ആണോ? ഡയറക്ഷൻ ഡയറക്ഷൻ ആണ് അല്ലേ? മൂവീസും ഡോക്യുമെന്ററീസും ഒക്കെ ഡയറക്റ്റ് ചെയ്യാനാണ്. ഡയറക്ഷനും ക്യാമറയുമാണ്. എഡിറ്റിങ്ങിനോട് ഞാൻ ചെയ്ത ഡയറക്റ്റ് ചെയ്യുന്ന സാധനമാണെങ്കിൽ കുറച്ച് എഡിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷെ അല്ലാതെ എഡിറ്ററായിട്ട് എനിക്ക് വലിയ താല്പര്യമുള്ള ഇപ്പം ഇതുപോലെ തന്നെ ഈ ഫീൽഡിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും. എഡിറ്റിംഗ് ആണെങ്കിലും ശരി. അപ്പം അവരോടൊക്കെ എന്താ പറയാനുള്ളത്? എങ്ങനെ ഇത് തുടങ്ങണം, അല്ലെ എവിടെ അവർക്ക് എങ്ങനെയാണ് ഇതിനെപ്പറ്റി പഠിക്കാനായിട്ടുള്ള? കാരണം താങ്കൾക്ക് ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ താങ്കൾക്ക് എന്താണ് അങ്ങനെയുള്ളവരോട് പറയാനായിട്ടുള്ളത്? ഇതില് ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ളവരോട് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? ട്രെൻഡിനനുസരിച്ച് പോവാതിരിക്കുക, ഇഷ്ടമുള്ളത് ചെയ്യുക. ഇപ്പോൾ ചിലപ്പോൾ ട്രെൻഡ് കാണുന്നതായിരിക്കും അവർക്ക് ഇഷ്ടപ്പെടുന്നത്, അതെങ്കിൽ അത് ചെയ്യുക, ചെയ്തുകൊണ്ടിരിക്കുക, അത് നിർത്തല്ല. ചെയ്തുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ അവർക്ക് വേണ്ട സ്റ്റൈൽ എന്താണെന്ന് അവർ മനസ്സിലാക്കും. ആ പോയിന്റിൽ അവർക്കെല്ലാം മനസ്സിലാവും. പക്ഷെ ആ പോയിന്റ് എത്തണം, അതുവരെ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യത്തേ ഉള്ളൂ. എന്ന് വെച്ചാൽ ആൾക്കാർക്ക് കുറേ ഇഷ്ടപ്പെടും, കുറേ ലൈക്ക് കിട്ടുമായിരിക്കും, കുറേ ഫോളോവർ കിട്ടുമായിരിക്കും, ഇതൊക്കെ നടക്കുമായിരിക്കും. പക്ഷേ അതൊരു 5 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ അവൻ തന്നെ അത് കാണുമ്പോൾ, അല്ലെങ്കിൽ അവൾ അത് കാണുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടണം എന്നുള്ള രീതിയിൽ ചെയ്യുക. അപ്പം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുവാണെങ്കിൽ അത് എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് എന്താണെങ്കിലും, ഇപ്പം എഡിറ്റിംഗ് ആണെങ്കിലും ഫോട്ടോ എടുക്കുവാണെങ്കിലും എന്ത് സാധനം ചെയ്യുവാണെങ്കിലും അവർക്ക് യൂട്യൂബ് ചാനലാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അതിപ്പം മറ്റുള്ളവരെ കൂടെ സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 വർഷം കഴിയുമ്പോൾ തന്നെ നമുക്കത് ഇഷ്ടപ്പെടാതാവും. അപ്പം അങ്ങനെ ചെയ്യുക, എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്ററാവും. പ്രത്യേകിച്ച് ഈ ഫീൽഡിൽ. നെക്സ്റ്റ് ഇനി എന്താണ് താങ്കളുടെ ഫ്യൂച്ചർ? താങ്കളുടെ ഏതോ കല്യാണം, ഗേൾ ഫ്രണ്ട്, അതിനെ പറ്റിയിട്ടൊക്കെ എന്താ പറയാനുള്ളത്? കമ്മിറ്റഡ് ആണോ? കൂടുതൽ പറയാൻ കുഴപ്പമില്ല, പറഞ്ഞില്ലെങ്കിൽ ഇപ്പം കിട്ടും. തിരിച്ച് ഖത്തറിലോട്ട് എന്നാ പോകുന്നത്? നാളെ പോവാ. പോയിട്ടിനി ഒരു 6 മാസം കഴിഞ്ഞ ഒരു ബ്രേക്കും കൂടെ ചോദിച്ചാൽ കിട്ടുമായിരിക്കും. 6 മാസം കഴിഞ്ഞിട്ട് 6 മാസമായി. എത്ര ദിവസം ലീവ് ഉണ്ടായിരുന്നു ഇപ്പം? 15, 10, 12, 13 ദിവസം. അപ്പം കാത്തൂസ് ഫ്രെയിമിലെ പ്രേക്ഷകരോട് എന്താണ് നിനക്ക് പറയാനുള്ളത്? അടിപൊളി പ്രേക്ഷകരാ. സുമേഷ് ഇല്ല, എന്തോ സുമേഷ് ലവ് വിട്ടേക്കുന്നത്. പിന്നെ അപ്പം ഇതൊക്കെയാണ്. അപ്പം താങ്കൾക്ക് എല്ലാവിധ ആശംസകളും. താങ്കളുടെ ഫീൽഡിൽ താങ്കൾ ഇനിയും നല്ല നല്ല പ്രോജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ താങ്കൾക്ക്. അതുപോലെ തന്നെ എത്രയും വേഗം താങ്കളുടെ ആ ഒരു ഡോക്യുമെന്ററി വരട്ടെ. അത് ഒത്തിരി പേർക്ക് പ്രചോദനമാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാനും വിശ്വസിക്കുന്നു. അപ്പം നിനക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. കാത്തൂസ് ഫ്രെയിമുമായിട്ട് സഹകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നമ്മൾ ക്യാമറയായിട്ട് നിന്റെ പുറകെ വരുന്നതായിരിക്കും അടുത്ത ലീവിന് നീ വരുമ്പോൾ. താങ്ക് യു സോ മച്ച്. അത് കണ്ടിട്ട് അവര് പറയട്ടെ പറഞ്ഞോ വേണ്ടേ. നീ ഒന്ന് എനിക്ക് അയച്ചു തരണേടാ ടെലിഗ്രാമിലെ.